ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. പാതിരാത്രി 1:15 സമയത്ത് അനുമോളും ഷാനവാസും കൂടി ആ ഒരു ബീം ബാഗിലിരുന്ന് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അഭിലാഷ് അവിടെ കളിച്ചിട്ടുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കട്ടപ്പ ഗെയിമിനെ പറ്റി ഷാനവാസ് പറയുന്നുണ്ട്. റെനേനെയും മാദില നൂറേനെയും ഒക്കെ തനിക്ക് എതിരാക്കിയതിന് പിന്നിൽ അഭിലാഷാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ആ ഒരു പുതപ്പിനുള്ളിലെ ആ ഒരു കേസൊക്കെ പറയുന്നുണ്ട്. അതിനകത്തും അഭിലാഷിന് ഒരു പങ്കുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അനുമോൾ ഷാനവാസിനോട് ആ ഒരു പട്ടികളെ പോലെ വിളിക്കുന്ന ആ ഒരു വിളി നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. വെറുപ്പിക്കലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ഷാനവാസിന്റെ ഭാഗത്ത് കുറെ ന്യായമുണ്ട് എന്ന് പറയാം. കാരണം ഷാനവാസിനെ എല്ലാവരും കൂടി വട്ടം കൂടുക ഭയങ്കരമായ രീതിയിൽ അപമാനമായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഷാനവാസ് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തൊക്കെയാണ് ഇവർ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ടോക്ക് കുറെ സമയം ഉണ്ടായിരുന്നു ലൈവിനകത്ത്. പിന്നീടാണ് ആദിലയും നൂറയും എണീക്കുന്നത്. എണീറ്റിട്ട് ഇവര് അനുമോളുടെ കൂടെ ഒരു സിറ്റിംഗ് ഇരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നിട്ട് നെവിനോട് ഞാൻ സംസാരിച്ചില്ല. മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇക്കയുമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ അവന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇക്കയുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. പിന്നെ ഇക്ക പറയുന്നത് നിങ്ങൾ മിണ്ടാത്തതിൽ നല്ല വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പുള്ളിയുടെ കാര്യങ്ങൾ A to Z പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചു പോകുന്ന പോലെയാണ്. എല്ലാത്തിനും ഇക്കയുടെ കയ്യിലൊരു മറുപടി ഉണ്ട്. ഇനി ഈ ടൈപ്പ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്ലീസ് ഇടപെടരുത് എന്ന് അനുമോള് പറയുന്നുണ്ട്. അതിനിടെ നൂറയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ അനുമോൾ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു കൺസേണിന്റെ പുറത്ത് പറയുന്നതായിട്ടാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അല്ലാതെ ഇവരെ തിരിച്ച് ഷാനവാസിലേക്ക് എത്തിച്ചിട്ട് അനുമോൾക്കൊന്നും കിട്ടാനില്ല. അനുമോളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ യഥാർത്ഥത്തിൽ അതിലേക്ക് ഒരു മനംമാറ്റം ഉണ്ടാവുന്നത്. അത് ശരിക്കും ഈ ഒരു ലൈവിന്റെ റെക്കോർഡിംഗ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ പറയുന്നത് റിയാസ് വന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞതെന്ന് എല്ലാവരും ഓർത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നെവിനോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഞാനൊരു എടുത്തുചാട്ടക്കാരിയാണെന്നും കൺഫേംഡ് അല്ലാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ കോൺസിക്വൻസസ് ഓർത്ത് പേടിയായി പോയെന്നും അങ്ങനെ എടുത്തുചാടാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ആദില പറയുന്നത് അനുമോളുടെ അടുത്ത്. പിന്നെ ഇതിനകത്ത് കളിച്ച ഗെയിമിനെ പറ്റി ആദില പറയുന്നുണ്ട്. അതും ബുദ്ധിമുട്ടായി എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്താനുള്ള മെയിൻ ഒരു റീസൺ ഒരുപക്ഷെ അനുമോൾ ആയിരിക്കാം എന്നല്ല, അനുമോൾ ആണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം ജിഷിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നുണ്ട്. ഇതെല്ലാം അവസാനിച്ചിട്ട് ഒരു 3:15 ആയപ്പോഴാണ് ഗാർഡൻ ഏരിയയിലെ ആ ഒരു സിറ്റൗട്ടിൽ പോയി ആദിലയും നൂറയും ഷാനവാസും കൂടി ഇരിക്കുന്നത്. ശരിക്കും എപ്പിസോഡിനകത്ത് അനുമോൾ എന്നൊരു കണ്ടസ്റ്റന്റിന്റെ ഇതിനകത്ത് ഒരു ഇടപെടല് വ്യക്തമായിട്ടല്ല, ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. അനുമോളെ പാടെ കട്ട് ചെയ്ത് കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മഹാചട്ടത്തരമായിപ്പോയി. അനുമോള് ഇതിനകത്ത് ഇവരെ രണ്ടുപേരും ഒത്തുതീർപ്പാക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അനുമോളാണ്. അത് ലൈവിന്റെ ഈ ഒരു റെക്കോർഡിംഗ് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഒരു 2 മിനിറ്റെങ്കിലും അനുമോളെ വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് എപ്പിസോഡിന്റെ അവസാനം ആ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്. അനുമോളുമായിട്ട് ഇവർ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് പോകുന്ന പോലെ കാണിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ കാണിക്കാമായിരുന്നു. പക്ഷെ അനുമോളെ ഇതിനകത്ത് അവോയ്ഡ് ചെയ്ത് അനുമോളുടെ ഒരു ഇൻവോൾവ്മെന്റ് പാടെ ഒഴിവാക്കിയത് എനിക്ക് മഹാബോറായിട്ട് തോന്നി.